Yo bro, where are we now? The middle of nowhere. ചുറ്റും മരുഭൂമി ഇതാ. Yo friends, welcome back. ഇന്ന് ഞാൻ നിങ്ങളെ ദുബായിലെ മണലാരണ്യത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ലൊക്കേഷനും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഗൂഗിൾ മാപ്പിലൊക്കെ എന്തൊക്കെയോ നമ്മുടെ ബ്രോ ഇതാ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫുൾ ഗ്യാങ് എന്ന് എത്തിയിട്ടുണ്ട്. പ്രണബ് ഈസ് ബാക്ക് ഓൺ അവർ ഗ്യാങ്. മരിയാനുണ്ട്, മരിയാനോ സന്ദേശ് ഉണ്ട്, പിന്നെ ശീതൽ ബ്രോ ഉണ്ട്. Yapma bana, yapma bana bunu yapma, yapma bana. Baby du weißt, ich wart schon so lang. Yapma bana, yapma bana bunu yapma, yapma bana. Baby bunu yapma. Yo guys, അങ്ങനെ ഫൈനലി വി ആർ ഇൻ ദ മിഡിൽ ഓഫ് നോവെയർ. ചുറ്റും മരുഭൂമി ഇതാ. ഷാർജയിലെ ബ്രോ വേർ ആർ വി ഗൈസ്? മെലിഹ അൽഫയ അൽഫയ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ്. എന്തായാലും നമ്മുടെ ചുറ്റും മരുഭൂമി ഉള്ളതാ. ഗൈസ് നമ്മളൊരു അടാറ് സ്ഥലത്തോട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ശീതൽ ബ്രോന്റെ ലീലാവിലാസങ്ങളാണ്. മാൻ വേഴ്സസ് ബീസ്റ്റ്. ശീതൽ ബ്രോ വേഴ്സസ് നിസാൻ. Let's do it. ഗൈസ് അങ്ങനെ ഞങ്ങൾ മെലിഹ ഡെസേർട്ടിലെ ചെറിയൊരു ഓഫ് റോഡ് റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷാർജയിൽ അൽമദാമിലുള്ള ഗോസ്റ്റ് ടൗണിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മദാമിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് വരണം. ഓഫ് റോഡാണ് കംപ്ലീറ്റ്ലി. വഴിയൊന്നുമില്ല. മാപ്പിലിട്ട് നോക്കിയിട്ട് ഗൂഗിൾ മാപ്പിലും കാണുന്നൊന്നുമില്ല. എങ്ങനെയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം എന്താണ് ഗോസ്റ്റ് ടൗൺ. അവിടെ ശരിക്കും പ്രേതമൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് വരാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ അവസാനം ഗോസ്റ്റ് സിറ്റിയിലെത്തി. ഒരുപാട് വരാനുണ്ട്. അതായത് മെയിൻ റോഡിൽ നിന്ന് കുറേ ഓഫ് റോഡ് കയറി ഇറങ്ങി വേണം വരാൻ. കുറേ സ്ഥലത്ത് ഞങ്ങൾ സ്റ്റക്കായി. മണലിലും അവിടെയൊക്കെ മണൽ വാരി മടുത്ത് തലയ്ക്കകത്തും മുടിക്കകത്തും ചെവിയിലും മൂക്കിലും ഒക്കെ മണല. ഇതാണ് ഗോസ്റ്റ് സിറ്റി. അതായത് കുറേ വീടുകൾ ഇവിടെ അങ്ങനെ മണലിൽ പകുതി അങ്ങനെ മൂടി കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് ഗോസ്റ്റ് സിറ്റി പറയണമെന്ന് വന്നില്ല. ഇവിടെ ഒരു പ്രേതങ്ങളുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇതൊരു ഹോണ്ടഡ് പ്ലേസ് ആണെന്നാണ് പറയുന്നത്. ഞാനിവിടെയൊക്കെ കാണിച്ചു തരാം.
ശരിക്കും ആൾക്കാർ താമസിച്ച സ്ഥലങ്ങൾ വീട് തന്നെയാണ്. ചിലപ്പോൾ ഇവിടുത്തെ വെതർ കണ്ടീഷൻസും അങ്ങനെ എന്തെങ്കിലും കാറ്റും ഇതൊക്കെ ആയത് കാരണം കൊണ്ട് ആൾക്കാർ നിർത്തിപ്പോയതായിരിക്കാം. ഞാനിതിൻ്റെ അപ്പുറത്തേക്ക് വെച്ചു. കണ്ടില്ലേ, അങ്ങനെ മണല് ആയി കിടക്കുക. പ്രേതം ഉണ്ടാവും ഇനി. അയ്യോ പേടിയാവും. ഫുള്ള് കറണ്ടൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല കാറ്റ്, കണ്ണിലൊക്കെ മണക്കും. പ്രേതമുണ്ടോ ഇവിടെ? എവിടെയെങ്കിലും പ്രേതമുണ്ടോ നോക്കട്ടെ. ഹലോ, പ്രേതമുണ്ടോ? ഹലോ, പ്രേതമുണ്ടോ? ഹലോ, ഇവിടെ പ്രേതമുണ്ടോ? ഇവിടെ ഇല്ല. നമുക്കിനി അപ്പുറത്ത് പോയി നോക്കാം. ഇതിനകത്ത് പ്രേതമുണ്ടോ? ഹലോ, പ്രേതമുണ്ടോ? ഒരു പ്രേതത്തിനെ കാണാമെന്ന് വിചാരിച്ച ഒരൊറ്റ എണ്ണത്തിനെ കാണാനില്ല. ഇതിനകത്ത് പ്രേതമുണ്ടോ? വീടിനകത്ത് അങ്ങനെ പ്രേതമുണ്ടോ? പ്രേതമുണ്ടോ? പ്രേതം മണ്ണാങ്കട്ടയുള്ളു. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ മെലിഹിയും പിന്നെ ഈ ഗോസ്റ്റ് ടൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അൽക്കവനീജിലോട്ടാണ് വന്നിരിക്കുന്നത്. അത് കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാം, അതായത് മൈ ദുബായിയുടെയും വിസിറ്റ് ദുബായിയുടെ ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ റോഡുകൾ മണൽ വന്ന് കയറിയിട്ട് ഒരു ഓഫ് റോഡ് ലൊക്കേഷനായി മാറിയത്. അതായത് ഇതിൻ്റെ മേലെന്നുള്ള ഫോട്ടോസ് നല്ല കിടിലും വ്യൂസാണ്. അതായത് ഒരുപാട് റോഡുകളുണ്ട് ഇവിടെ, റൗണ്ട് അബൌട്ട്സും ഒരുപാട് റോഡുകളുണ്ട്. ഇതൊക്കെ തൊട്ടടുത്തുള്ള മണൽ വന്ന് കയറിയിട്ട് എന്താ പറയുക, കംപ്ലീറ്റ് ഡിസ്ട്രോയ് ആയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ 4x4 വെഹിക്കിൾസ് മാത്രമേ ഇതിലൂടെ പോകാൻ പറ്റുന്നുള്ളൂ. ചെറിയ കാറുകളൊന്നും പോകാൻ പറ്റില്ല, അങ്ങനെ മണൽ വന്ന് കയറിയിട്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ്. ഭയങ്കര ഒരു ഫോട്ടോജീനിക് ലൊക്കേഷനായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. കിടിലനാണ്. മഴയൊക്കെ ചാറാൻ തുടങ്ങി. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ്. ഓക്കെ ഗൈസ്, സോ ഇറ്റ്സ് ടൈം ടു റാപ്പ് അപ്പ് ദ വ്ളോഗ്. ഇടയ്ക്ക് അവിടെയും ഇവിടെയൊക്കെ സ്റ്റക്ക് ആയിരുന്നെങ്കിലും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.